2006 എനിക്ക് തോന്നുന്നു അല്ലേ മറ്റേ സിനിമയിലേക്ക് പ്ലേ ബാക്ക് സിനിമയിലോട്ട് വന്നത്. ഇപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് 20 years 20 years എന്ന് പറഞ്ഞ പോലെ പോയ പോലെ 20 വർഷമായില്ലേ? എന്ത് തോന്നുന്നു 20 വർഷം ആ ഒരു ജേണി ലുക്കിംഗ് ബാക്ക്? എന്ത് തോന്നുന്നു ചോദിച്ചാ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം സിംഗർ എന്ന നിലയിലും പിന്നെ ഇപ്പോഴത്തെ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലും? മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അതിപ്പോ സിംഗിങ് ഫീൽഡിൽ മാത്രമല്ല, പൊതുവെ എല്ലാ മേഖലയിലും മാറ്റം. സിനിമ തന്നെ മാറിപ്പോയി. അപ്പൊ പിന്നെ സിനിമ മാറിയോടുകൂടി പാട്ടിന്റെയും എല്ലാ സ്റ്റൈലും മാറി, സ്വഭാവം മാറി, സിനിമയുടെ തന്നെ ശൈലി മാറി, സ്വഭാവം മാറി, അതിന്റെ ഒരു കഥ പറയുന്ന രീതി മാറി. അതുകൊണ്ട് തന്നെ അതിൽ യൂസ് ചെയ്യുന്ന പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ മാറി. അപ്പൊ അതിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതനുസരിച്ച് പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു. പഴയ പോലെയുള്ള, അതിപ്പോ എല്ലാരും പറയുന്ന അറിയാലോ, പഴയ ഇപ്പൊ 2006 ഞാൻ പാടി തുടങ്ങിയപ്പോൾ പോലും ഒരു സിനിമയിൽ അതിനു മുമ്പുണ്ടായിരുന്ന പോലെ അത്രയധികം പാട്ടുകളില്ല. പണ്ടൊക്കെ ഒരു കാസറ്റില് എത്ര പാട്ടുകളാണ്. ആ പാട്ടുകളൊക്കെ സിനിമയിലും ഒന്നോ രണ്ടോ പാട്ടുകൾ ആയിരിക്കും യൂസ് ചെയ്യാതെ വരുന്നത്. ബാക്കി എല്ലാ പാട്ടും സിനിമയിലും ഉണ്ടാവും. ഒരു 5-6 പാട്ടുകൾ ഉണ്ടാവും. അതെ അതെ. ഇപ്പൊ അതൊക്കെ 6 എന്നുള്ളത് 3 പോലും ഇല്ല. അങ്ങനെ ഒരു വിഷമമുണ്ട്. കാരണം പാട്ടുകാരുടെ ഒരു എന്താ ഒരു അവസരം കുറഞ്ഞു വരികയല്ലേ. അതേസമയം പാട്ടുകാരുടെ എണ്ണവും കൂടി. പിന്നെ ഒരു സന്തോഷം പ്രോഗ്രാംസിൽ ഇപ്പോഴും സ്റ്റിൽ ഇപ്പം 2006 തൊട്ട് നോക്കുകയാണെങ്കിൽ, ഞാൻ 2006 ഈ വലിയ സ്റ്റേജ് ഷോസ് ഒക്കെ പാടി തുടങ്ങിയത്. സിനിമയിൽ പാടിയതിന് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിത്തുടങ്ങിയത്. അതിനു മുമ്പ് ചെറിയ ചെറിയ ഗാനമേളകൾ പാടിയിരുന്നു. ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു ട്രൂപ്പിൽ കുറച്ചു കാലം പാടി. സിറ്റി വോയിസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിലൊക്കെ കുറച്ചു കാലം പാടി ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. 2006 അശ്വാരൂഢൻ എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയതിന് ശേഷമാണ് വലിയ വലിയ ഷോസ് ആണെങ്കിലും അങ്ങനെയുള്ള ഇവന്റ്സിലൊക്കെ എന്നെ വിളിച്ചു തുടങ്ങിയത്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പ്ലേ ബാക്ക് ലെവലിലേക്ക് വരുമ്പോഴായിരിക്കുമല്ലോ വലിയ ഷോസ്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാനും സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു പ്രൊഫഷൻ എടുക്കുന്നത്. അതൊരു പാടും, ചെറിയ പ്രോഗ്രാംസ് കിട്ടുമ്പോൾ പോയി പാടും എന്നല്ലാതെ അതൊരു പ്രൊഫഷൻ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല. പാട്ട് കൂടെ ഉണ്ട്. അത് കുട്ടിക്കാലം തൊട്ടേ പാട്ട് പഠിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ പാട്ട് പഠിക്കുന്നത് കൊണ്ട് എന്തായാലും ലൈഫ് ലോങ് പാട്ട് കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ സീരിയസ് ആയിട്ടൊരു സിനിമയില് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷെ അതിനെങ്ങനെയാണ് അതിനൊരു അവസരം കിട്ടാന്നുള്ളതൊന്നും അന്നത്തെ കാലത്ത് അങ്ങനെ അറിയില്ല.